വാഹനങ്ങളുടെയും ബൈക്ക് റാലിയുടെയും എല്ലാം അകമ്പടിയോടുകൂടി തന്നെ വലിയ സ്വീകരണം തന്നെയാണ് പെരുമ്പാവൂരിൽ മനോജ് മൂത്തേനെ ലഭിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ ജനത മനോജ് മൂത്തേനെ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു. ആവേശജലമായ ഈ സ്വീകരണം ടൗൺ ചുറ്റി ആണ് അവസാനിക്കുന്നത്. തുറന്ന വാഹനത്തിലാണ് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. വരുന്നുണ്ട് മനോജ് മൂത്തേടനിതാ വിജയം കുറിച്ചുണ്ട്. കെട്ടിച്ചില്ലേ ഇടതരെ ഒന്നാകെ കൂട്ടിയെറിഞ്ഞില്ലേ എതിരിട്ടു നിന്നോരെ വരുന്നുണ്ട് മനോജ് മൂത്തേടനിതാ വിജയം കുറിച്ചുണ്ട്. വിജയത്തിന് അരമല്ലേ ഉള്ളിൽ ദാഹിക്കാൻ മനോജ് മൂത്തേടൻ വന്നില്ല. കൊടുത്തോടെ
പെരുമ്പാവൂരി പൂതി വെച്ച കൂട്ടരെല്ലാം പോയി ഏറെ മികച്ചൊരു നമ്മുടെ നിയുക്ത MLA മനോജ് മുത്ത എത്തിച്ചേരും. അതിന് പിന്നിലായി അണിനിരക്കേണ്ടത് ഇരുചക്രവാഹനങ്ങൾ. അതിന് പിന്നിലായിട്ടാണ് സ്ഥാനാർത്ഥിയുടെ വാഹനം ഉണ്ടാവുക. അതിന് പിന്നിലായി സ്ഥാനാർത്ഥിയുടെ വാഹനം, അതിന് പിന്നിലായിട്ടാണ് കാറുകൾ.
മുന്നിൽ പോകേണ്ടതാണ് ഇരുചക്ര വാഹനങ്ങൾ. നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, നിങ്ങളുടെ അനുഗ്രഹാശ്രയങ്ങൾക്ക് നന്ദി പറയുക, നിങ്ങൾ ചേർത്ത് പിടിച്ചതിന് നന്ദി പറയുക, നിങ്ങളുടെ കൂടപ്പുറപ്പിനെ പോലെ കണ്ടു പറയുക. ആ നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ നിയുക്ത എംഎൽഎ മനോജനത്തോടും കടന്നു വരുന്നു. പെരുമ്പാവൂരിന്റെ ജനത മറന്നില്ലല്ലോ, പെരുമ്പാവൂരിന്റെ ജനത ചേർത്ത് പിടിച്ചില്ലോ, പെരുമ്പാവൂരിന്റെ ജനത കൂടപ്പുറപ്പിനെ പോലെ കണ്ടില്ലേ. ആ മനോജാണ് വരുന്നത്, ആ മനോജാണ് വരുന്നത്, നമ്മുടെ പൊന്നോമനപുത്രനാണ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് പെരുമ്പാവൂരിന്റെ ഹൃദയത്തിന്റെ കവാടത്തിലേക്ക് വാങ്ങിയ ആ കറുത്ത മുത്ത് നമ്മുടെ പൊന്നോമനപുത്രൻ മനോജ് കടന്നു വരികയാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, നിങ്ങളുടെ അനുഗ്രഹാശിസുകൾക്ക് നന്ദി പറയുക, നിങ്ങൾ കൂടെ ചേർത്തതിന് നന്ദി പറയുക, നിങ്ങൾ കൂടപ്പിറപ്പിനെ പോലെ കണ്ടു പറയുന്നത് നന്ദി പറയുക. നമ്മുടെ വരുന്നു, നമ്മുടെ മനോജ് വരുന്നു, നമ്മുടെ മനോജമത്തോടൻ വരുന്നു. സഖാക്കളെ, അന്ന് ഞങ്ങൾ വാണിജ്യതാണ്, ഇത് പെരുമ്പാവൂരാണ്, നിൽക്കുന്നത് മനോജാണ്. പെരുമ്പാവൂരിലെ ജനങ്ങൾ നൽകിയ വലിയ വിജയമാണ്. ഹൃദയത്തിലേറ്റുവാങ്ങിയാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ സ്വീകരിച്ചത്. പെരുമ്പാവൂരിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ, ഈ നാടിന്റെ എല്ലാ ഊടുവഴികളിലൂടെ കടന്നുപോയ ഒരാളെന്നുള്ള നിലയിൽ പെരുമ്പാവൂരിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയാണ് സ്വീകരിച്ചത്. ജനങ്ങൾ നൽകിയ വലിയ ഉത്തരവാദിത്തമാണ്. ചരിത്ര ഭൂരിപക്ഷത്തിൽ പെരുമ്പാവൂരിലെ ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഇനി എന്റെ മുഴുവൻ സമയ ജീവിതവും പെരുമ്പാവൂരിന് വേണ്ടി മാറ്റിവെക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ഇവിടെ ഉള്ളത്. കോൺഗ്രസിന്റെയും UDF-ന്റെയും എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാരുടെ അക്ഷീണമായ പരിശ്രമമാണ് ഈ വിജയത്തിന്റെ പിന്നിൽ. ഒരുപാട് ആളുകളുടെ, രാഷ്ട്രീയമില്ലാത്തവരും രാഷ്ട്രീയമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേരുടെ കലവറയില്ലാത്ത പിന്തുണയാണ് ചരിത്ര ഭൂരിപക്ഷം നേടി വിജയിക്കാൻ കഴിഞ്ഞത്. പെരുമ്പാവൂരിന് വേണ്ടി ഇനിയുള്ള ജീവിതം സമർപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് പെരുമ്പാവൂരിന്റെ വികസനത്തിന് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് അവസരത്തിൽ. കേരളത്തിലെ UDF-ന്റെ തരംഗമാണ് കാണുന്നത്, പ്രത്യേകിച്ച് പെരുമ്പാവൂര്. ഞങ്ങൾ ആദ്യമേ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഈ സർക്കാരിൻ്റെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ അത് പൊറുതിമുട്ടി നിൽക്കുകയായിരുന്നു ജനം. അവരുടെ ഏറ്റവും ജനങ്ങളുടെ പ്രതിഷേധം വോട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് കാണുന്നത്. പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ചെറുപ്രായം മുതൽ KUC മുതൽ യൂത്ത് കോൺഗ്രസ് മുതൽ പാർട്ടിയിലും അടിത്തറയിൽ നിന്ന് കടന്നു വന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വിജയവും ഞങ്ങൾ ഉറപ്പിച്ചിരുന്നത് തന്നെയാണ്. അതുകൂടാതെ ശക്തമായ രീതിയിലുള്ള ഗ്രൗണ്ട് വർക്ക് നടത്തിയിരുന്നു.
മഹിളാ കോൺഗ്രസിലെ ആളുകളും വാർഡ് മെമ്പേഴ്സ് കൗൺസിലേഴ്സ് എല്ലാവരും ചേർന്ന് ശക്തമായൊരു പ്രവർത്തനം ഞങ്ങൾ ഈ പെരുമ്പാവൂർ പ്രദേശത്തും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലായിടത്തുമുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. ഞങ്ങളുടെ പ്രതീക്ഷിച്ച വിജയം തന്നെയാണ്. ഇതിനേക്കാൾ കുറച്ചുകൂടിയും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പെരുമ്പാവൂരിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേന് ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് പെരുമ്പാവൂര് ജനത ഏറ്റെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ബൈക്ക് റാലിയുടെ അകമ്പടിയോടുകൂടി തന്നെ തുറന്ന വാഹനത്തിലാണ് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് റാലിയിൽ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. ഏതായാലും വൻ ജനാവലി തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി പെരുമ്പാവൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.